എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ സ്കൂളിൽ പോകാൻ വേണ്ടി പോവാ. മടി പിടിച്ചിരിക്കാൻ സ്കൂളിൽ പോണേ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അങ്ങനെ 2 മാസത്തെ അവധിക്ക് ശേഷം നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ വേണ്ടി തുടങ്ങുകയാണല്ലോ ഇന്നോട്ട്, അതായത് ജൂൺ 2 തൊട്ട്. അപ്പോൾ നമ്മുടെ പൊന്നൂസും ചേച്ചിയുടെ ഒപ്പം 2 മാസം അവധിയെടുത്ത് വീട്ടിലിരിക്കണമായിരുന്നു കേട്ടാ. അപ്പോൾ ഇന്നെന്തായാലും ചേച്ചി സ്കൂളിൽ പോയി തുടങ്ങുകയല്ലേ, അപ്പോൾ പൊന്നൂസിനെ അംഗൻവാടി വിട്ടു തുടങ്ങി. അങ്ങനെ കുട്ടീനെ ബസ് കയറ്റി വിട്ടതിന് ശേഷം ഞാനും പൊന്നൂസും ഫ്രഷ് ആയിട്ട് അംഗനവാടിയിലോട്ട് പോവുകയാണ്. പിന്നെ കുറേ നാൾ കൂടി പോകണോണ്ടാന്ന് തോന്നുന്നു. പൊന്നൂസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇവക്കുട്ടി ഹാപ്പിയൊക്കെ ആയിട്ടാണ് സ്കൂളിലോട്ട് പോയത്. ഇന്ന് ഉച്ചവരെ ഉള്ളൂ. അങ്ങനെ ഞാനും പൊന്നൂസും ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പയ്യെ നടന്ന് പോവാണ് കേട്ടോ. 10 മണിക്ക് എത്തിയാൽ മതി അംഗനവാടിയിൽ. അപ്പോൾ ഇങ്ങനെ പയ്യെ ഓരോന്നൊക്കെ ഞങ്ങൾ ചക്കയും മാങ്ങയും ഇങ്ങനെ കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ പോവാണ്. എല്ലായിടത്തും ചക്കയാണ്. അപ്പോൾ പൊന്നൂസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്ക. അങ്ങനെ ചക്കനെയൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങളിങ്ങനെ പയ്യെ നടന്ന് പോവാണ്. വീട്ടിൽ നിന്ന് കുറച്ചധികം ദൂരമുണ്ട് കേട്ടോ അംഗനവാടിയിലേക്ക് പോകാനായിട്ട്. അപ്പോൾ പൊന്നൂസ് നടന്നോളും, എടുക്കാനൊന്നും പറയാറൊന്നുമില്ല. ഗുഡ് ഗേളായിട്ട് നടന്നോളും. അപ്പോൾ അവൾ ഹാപ്പി ആയിട്ട് ഇങ്ങനെ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാൻ അവൾക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ 2 മാസമായിട്ട് വീട്ടിൽ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ പുള്ളിക്കാരി ഭയങ്കര ഹാപ്പിയിലാണ്, നടന്നൊക്കെ വന്നോളും. അങ്ങനെ പൊന്നൂസിനെ അംഗനവാടിയിലാക്കിയിട്ട് ഞാൻ റിട്ടേൺ വീട്ടിലോട്ട് പോവുകയാണ്. അംഗനവാടിയുടെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പയ്യെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോകാണ്ട് ഒറ്റ മനുഷ്യരില്ല കേട്ടോ. ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. വന്ന വഴിക്ക് കുറേ നല്ല നല്ല പൂക്കളൊക്കെ കണ്ടിട്ടാ. പക്ഷേ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം പൊന്നൂസ് കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അവളെയും ശ്രദ്ധിക്കണം, അപ്പോൾ എല്ലാം കൂടി പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ പോണ വഴിക്ക് എന്തായാലും എടുത്തേക്കാന്ന് വിചാരിച്ച് കിട്ടണം അങ്ങോട്ട് പൂക്കൾ. കുറച്ച് 4 മണി പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതുങ്ങൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല, നേരം വെളുത്തല്ലേ ഉള്ളൂ. അപ്പോൾ അവരൊക്കെ ഉറക്കാന്ന് തോന്നുന്നു, അങ്ങനെ ഉറക്കം തൂങ്ങിയ പോലെ ഇരിക്കുകയായിരുന്നു പൂക്കൾ. അപ്പോൾ 4 മണി പൂന്നാണ് ഇവിടെ പറയണത്. നിങ്ങളുടെ അവിടെ എന്താ പറയണതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. പിന്നെ നമ്മുടെ കോളാമ്പി പൂക്കളുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചെണ്ടുമല്ലി ചിരിച്ചിരിപ്പുണ്ടായിരുന്നു. പിന്നെ ഇത് ഏതോ പൂവാണ് കേട്ടോ, പേരൊന്നും അറിയില്ല. എനിക്ക് രാവിലേക്ക് ഇങ്ങനെ നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ നടന്നൊക്കെ എത്ര ദൂരം വേണമെങ്കിൽ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് തൊട്ടേ നടക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടന്നൊക്കെ പയ്യെ പോവാലോ. ഇനി വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് പണികളുണ്ട്, ഇഷ്ടംമാതിരി പണികളുണ്ട്. പക്ഷേ നമുക്ക് ചെയ്ത് തീർക്കാവുന്ന പണികളുള്ളൂ. ഇനിയിപ്പോൾ ധൃതിയൊന്നും ഇല്ലല്ലോ. കുട്ടി ഉച്ചയ്ക്ക് വരും. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത് സ്കൂളിൽ നിന്ന്. പിന്നെ പൊന്നൂസിനെ ഒരു 3 മണിക്ക് 3:30ക്ക് ഉള്ളിൽ പോയി വിളിക്കണം. അങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് വരുന്ന വഴി ഇതേ നിറയെ മാമ്പഴമൊക്കെ കണ്ടിട്ട്, മാമ്പഴം അല്ല പച്ചമാങ്ങ കണ്ടു. പിന്നെ അധികം വൈകാണ്ട് വീടെത്തിയപ്പോഴത്തേക്കും നല്ല പൊരിഞ്ഞ വിശപ്പോടെയാണ് വന്നത്, കാരണം കുറേ നടന്നല്ലോ. അപ്പോൾ നല്ല വിശപ്പോടെയാണ് വന്നത്, രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വന്ന പാടെ ഞാൻ ഇന്നലെ രാത്രത്തെ കഞ്ഞി, അതായത് പഴങ്കഞ്ഞി എന്നൊക്കെ പറയില്ലേ, അപ്പോൾ രാത്രത്തിലെ കഞ്ഞി ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ഫ്രൈ, രാവിലെ വന്ന ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, മീനച്ചാറും ഉണ്ടായിരുന്നു. പിന്നെ കഞ്ഞിയൊക്കെ കുടിച്ചതിന് ശേഷം കുറച്ച് മിക്സ്ചറൊക്കെ എടുത്ത് കഴിച്ചിരുന്നു. പിന്നെ റീൽസൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ഇരുന്നു കുറച്ച് നേരം. എന്നിട്ട് പണിയിലോട്ട് കിടക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ സ്കൂൾ തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് രാവിലത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പണിയിലോട്ടൊക്കെ കിടക്കട്ടെ കേട്ടോ. അപ്പോൾ അത്രയുള്ള രാവിലത്തെ വിശേഷങ്ങൾ. ബായ്.